ബ്ലാസ്റ്റേഴ്സിൽ മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി. ആ കാറ്റിന്റെ കുളിര് നമ്മൾ റിസൾട്ടായിട്ട് ആസ്വദിച്ചു തുടങ്ങുകയും ചെയ്തു. പക്ഷെ ആ കുളിര് നമ്മളെക്കാൾ മുമ്പേ അറിയുന്നത് ബ്ലാസ്റ്റേഴ്സിലെ താരങ്ങളായിരിക്കുമല്ലോ. കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള മത്സരത്തിന് മുന്നോടിയായിട്ട് നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായിട്ടുള്ള വിപിൻ മോഹനൻ ആ ഒരു മാറ്റത്തിനെ കുറിച്ച് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ മാറ്റത്തിനുള്ള പെട്ടെന്നുള്ള കാരണം ടി.ജി. പുരുഷോത്തമന്റെയും പിന്നെ തോമസ് ജോസിന്റെയും പരിശീലക പദവിയിലേക്കുള്ള വരവ് തന്നെയാണ് എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ്. തോമസ് ജോസ് മെയിൻ ടീം കോച്ചായിട്ട് വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ വിപിൻ മോഹനന് സന്തോഷം ഉണ്ടായിരുന്നതായിട്ട് വിപിൻ മോഹനൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാര്യം റിസർവ് ടീമിൽ വിപിൻ കളിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റൈൽ ഓഫ് പ്ലേ തനിക്ക് ഇഷ്ടമായിരുന്നു. മാത്രമല്ല തനിക്ക് ഫെമിലിയർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ തനിക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് വിപിൻ മോഹനൻ ഉറച്ചു വിശ്വസിച്ചു. പുരുഷോത്തമനും തോമസ് ജോസും വന്നതോടുകൂടി ബ്ലാസ്റ്റേഴ്സിന്റെ ഗെയിം സ്റ്റൈൽ തന്നെ മാറിയിട്ടുണ്ട് എന്ന് വിപിൻ മോഹനൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 5 മത്സരങ്ങളിൽ 3ലും നമുക്ക് പോസിറ്റീവായിട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്ന് വിപിൻ പറയുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കൺസീഡ് ചെയ്യുന്ന ഗോളുകളുടെ എണ്ണവും കുറവുള്ളതായിട്ട് വിപിൻ മോഹനൻ ചൂണ്ടിക്കാണിച്ചു. ഈ കൺസീഡ് ചെയ്യുന്ന ഗോളുകളുടെ എണ്ണം കുറയാനുള്ള കാര്യം പ്ലേയിങ് സ്റ്റൈലിൽ വന്ന മാറ്റമാണ് എന്ന് വിപിൻ മോഹനൻ വളരെ കൃത്യമായിട്ട് പറയുമ്പോൾ മിഖായൽ സ്റ്റെഹറെ പുറത്താക്കപ്പെടേണ്ടതായിരുന്നു എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്നുണ്ട്. സ്റ്റൈൽ ഓഫ് പ്ലേയിൽ വന്ന മാറ്റമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വിജയങ്ങൾക്ക് കാരണം. അത് പുരുഷോത്തമന്റെയും ഷോസിന്റെയും മികവ് തന്നെയാണെന്ന് വിപിൻ മോഹനൻ പറയുമ്പോൾ coaching department needs appreciation right now.